എല്ലാ വാർത്തകളുടെയും എല്ലാ ഹെഡ്ലൈൻ്റെയും ആദ്യം എത്താൻ വേണ്ടിയിട്ട് ശശി തരൂർ എടുക്കുന്നൊരു പണിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, ഇതാ ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ വലിയൊരാളാണ് ഇറങ്ങി വരുന്നത്. അത് വലിയൊരാളാകുമ്പോൾ ആ വലിയൊരു പോസ്റ്റ് വരെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് ഞാൻ. ഏതാണോ ഏറ്റവും വലിയ പോസ്റ്റ് അത് വരെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ്. അപ്പോൾ BJP യെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കിട്ടിയൊരു തുറുപ്പ് ചീട്ടാണ് കോൺഗ്രസിൽ ശശി തരൂർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് എത്ര മുൻപ് അത് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ടോ അത്രയും നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസ്സിന് ഇനി ശശി തരൂരിൻ്റെ മനസ്സ് മാറി ഒരു 100% കോൺഗ്രസ്സുകാരനായി നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ അതിൻ്റെ ഒരു സ്റ്റേജ് ശശി തരൂരിന് കഴിഞ്ഞിട്ടുണ്ടെന്ന്. കാരണം കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് അണികളെ സംബന്ധിച്ചിടത്തോളം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ശരീരം BJPൻ്റെ കൂടെയും മനസ്സ് കോൺഗ്രസിൻ്റെ കൂടെയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ആരാണ് പറയുന്നത്? കേരളത്തിലെ ഒരു MP ആണ്, കോൺഗ്രസിൻ്റെ ഒരു MP ആണ്. മനസ്സ് BJPൻ്റെ കൂടെയും ശരീരം കോൺഗ്രസിൻ്റെ കൂടെയും എന്ന് പറഞ്ഞു. അപ്പം അത് ആരാണ് പറഞ്ഞത്? MP ആണ് പറഞ്ഞത്. ഇതേ ഒരു മാനസികാവസ്ഥയിലെത്തി കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ അണികളും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇത് കോൺഗ്രസ് എത്രയും പെട്ടെന്ന് തിരിച്ചറിയുകയാണ് അത്രയും നല്ലത്. 1 മണിക്കൂർ മുന്നേ തിരിച്ചറിഞ്ഞാൽ അത്രയും നല്ലതാണുള്ളതാണ്.